ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കെമിസ്ട്രിയിലെ പാർട്ട് 2 അതിലെ ചാപ്റ്റർ 10 ദി എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 10 എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഇതിൽ മുഴുവൻ പീരിയോഡിക് ടേബിളിലെ അല്ലെങ്കിൽ എലമെൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ തന്നെ ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും എലമെൻസിനെ കുറിച്ചാണ്, ഗ്രൂപ്പ് 1 ആൻഡ് 2 എലമെൻസിനെ കുറിച്ചാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലമെൻസിനെയാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. In these elements, the last electron enters to the outermost s orbital. എന്തുകൊണ്ടാണ് എസ്, നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, ഇങ്ങനെ 4 ബ്ലോക്കായിട്ടാണ് പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നത് എസ് ബ്ലോക്കിലായതുകൊണ്ട്, എസ് സബ് ഷെല്ലിലായതുകൊണ്ടാണ് അതിന് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ വാലൻസ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത് പി സബ് ഷെല്ലിലായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒന്നാം ഗ്രൂപ്പിനെയും രണ്ടാം ഗ്രൂപ്പിലെയും എലമെൻസിനെയാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം ഒന്നാം ഗ്രൂപ്പിലെയും രണ്ടാം ഗ്രൂപ്പിലെയും എലമെൻസിൻ്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എസ് സബ് ഷെല്ലിലാണ്. നമുക്ക് അതിൽ ഗ്രൂപ്പ് 1 എലമെൻസിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നാണ് പറയുക. ഗ്രൂപ്പ് 2 എലമെൻസിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് 1 elements are known as alkali metals because they form strong alkaline hydroxide on reaction with water. ഗ്രൂപ്പ് ഫസ്റ്റ് എലമെൻസിനെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയാൻ കാരണം ഗ്രൂപ്പ് ഫസ്റ്റ് എലമെൻറ്റ്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആൽക്കലൈൻ ഹൈഡ്രോക്സൈഡ് ആണ് ഫോം ചെയ്യുക. ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ് എക്സെപ്റ്റ് ബെറിലിയം നോൺ ആസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതേപോലെ ഗ്രൂപ്പ് 1 ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ഹൈഡ്രജൻ ആണ് എക്സെപ്ഷണൽ കേസ്. അത് പ്രത്യേകം തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് അത് സൂചിപ്പിക്കാത്തത്. ഗ്രൂപ്പ് 2 ബെറിലിയം കഴിച്ച് ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. കാരണം അതിൻ്റെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ആൽക്കലൈൻ നേച്ചറിനാണുള്ളത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ എർത്ത്സ് ക്രസ്റ്റ്. അതുകൊണ്ടാണ് അതിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയാൻ കാരണം. ഫ്രാൻസിയം ഈസ് ഹൈലി റേഡിയോ ആക്റ്റീവ് ഇൻ ഫസ്റ്റ് ഗ്രൂപ്പ് വിത്ത് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് 21 minutes. നമുക്ക് ഫ്രാൻസിയം ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻസിൽ വരുന്ന ഫ്രാൻസിയം, അതിൻ്റെ ജനറൽ ഒരു കാര്യം പറയുകയാണ് 2 എസ് ബ്ലോക്ക് എലമെൻസിൽ. ഫ്രാൻസിയം ഈസ് ഹൈലി റേഡിയോ ആക്റ്റീവ് ഇൻ ഫസ്റ്റ് ഗ്രൂപ്പ് വിത്ത് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് 21 minutes. ഫ്രാൻസിയത്തിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ മാസ് പകുതിയായിട്ട് തീരാനുള്ള പീരീഡിനാണ് ഹാഫ് ലൈഫ് പീരീഡ്. 21 minutes ആണ്. ലിഥിയം, മെഗ്നീഷ്യം ആൻഡ് ബെറിലിയം, അലൂമിനിയം ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ്. ഡയഗണൽ റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾ 3rd ചാപ്റ്ററിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. ലിഥിയവും മെഗ്നീഷ്യവും അതേപോലെ ബെറിലിയവും അലൂമിനിയവും ഡയഗണൽ റിലേഷൻഷിപ്പ്, അതായത് സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു സെയിം അയോണിക് സൈസ് or charge to radius ratio of these elements. സെയിം അയോണിക് സൈസ് അല്ലെങ്കിൽ ചാർജ് ടു റേഡിയസ് റേഷ്യോ സെയിം ആയതുകൊണ്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് എലമെൻറ്റ്സ് കാണിക്കാനുള്ള കാരണം. നമ്മൾ ഈ പറഞ്ഞത് മുഴുവൻ അതിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസാണ്. ആ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ജനറൽ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി സ്പെസിഫിക് ആയിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റിലേക്ക് വരാം. ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ആരൊക്കെയാണ് അതിലെ മെമ്പേഴ്സ്? ഫസ്റ്റ് മെമ്പർ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എക്സെപ്ഷനിലാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഇത്രയും എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ലിഥിയത്തിൽ തുടങ്ങി ഹൈഡ്രജൻ ഉണ്ട്, എക്സെപ്ഷണൽ കേസാണ്. ലിഥിയത്തിൽ തുടങ്ങി ഫ്രാൻസിയത്തിൽ വരെയുള്ള 6 എലമെൻറ്റ്സ് ആണ് ഗ്രൂപ്പ് ഫസ്റ്റ് എലമെൻറ്റ്സ്. നമ്മളതിൻ്റെ ഈ ചാപ്റ്ററുകളൊക്കെ ഭാഗങ്ങൾ പഠിക്കുന്നത് പീരിയോഡിക് പ്രോപ്പർട്ടീസൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഓർഡറിലാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അറ്റോമിക് പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. General electronic configuration is noble gas
NS1 for group first and noble gas NS2 for group 2 elements. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ ഹൈഡ്രജൻ ആണെങ്കിൽ 1s1, അത് ലിഥിയത്തിലേക്ക് എത്തുമ്പോൾ ഹീലിയം 2s1, ഹീലിയത്തിന് 1s2 ആണ് 2s1. പിന്നെ സോഡിയത്തിലേക്ക് എത്തുമ്പോൾ നിയോൺ 1s1, നിയോൺ 3s1. അപ്പോൾ 1s1, 2s1, 3s1, 4s1, 5s1 എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ എങ്ങനെ എൻഡ് ചെയ്യുക? S2ലാണ് എൻഡ് ചെയ്യുന്നത്. അതായത് 2s2, 3s2, 4s2, 5s2 എന്നുള്ള രീതിയിലാണ് ഓർഡർ വരുന്നത്. നോക്കാം അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ്. ദേ ആർ മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽസ്. നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് മെറ്റൽസ് ആണ് എക്സെപ്റ്റ് ഹൈഡ്രജൻ, ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആണ്. റെഡിലി ഫോം മോണോവാലൻ്റ് M+ അയോൺ. പെട്ടെന്ന് മോണോവാലൻ്റ് ആയിട്ടുള്ള M പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും. കാരണം എന്താ? ആ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അതിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവായിരിക്കും. പെട്ടെന്ന് ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് മോണോവാലൻ്റ് M പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറും. ദി മോണോവാലൻ്റ് അയോൺസ് ആർ സ്മാളർ ദാൻ പാരൻ്റ് ആറ്റം ഡ്യൂ ടു ലോസ് ഓഫ് എ ഷെൽ. അതിൻ്റെ ഒരു ഇലക്ട്രോണിന് 2s1 നിൽക്കുന്നതിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 1s2 പോയി. 3s1 നിൽക്കുന്ന സോഡിയം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങോട്ട് പോയി? 2p6. അതായത് ആ ഷെല്ല് തന്നെ നഷ്ടപ്പെടുകയാണ്. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതോടുകൂടി ഇതിൻ്റെ ഷെല്ല് തന്നെ നഷ്ടപ്പെടുന്നതുകൊണ്ട് എപ്പോഴും ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റിൻ്റെ ആറ്റത്തേക്കാളും വളരെ ചെറുതായിരിക്കും മോണോവാലൻ്റ് അയോൺസ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്തുകൊണ്ടാണ് മോണോ പോസിറ്റീവ് അയോൺസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ സ്മോളർ ദാൻ ദി ആറ്റംസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ദി അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് ഡ്യൂ ടു ദി ഇൻക്രീസിങ് നമ്പർ ഓഫ് ഷെൽസ്. താഴോട്ട് വരുന്നതനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണം, ഓർബിറ്റിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് സൈസ് ഓഫ് ദി അയോണിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. അയോണൈസേഷൻ എൻതാൽപ്പി. ദീസ് ഹാവ് ലോ അയോണൈസേഷൻ എൻതാൽപ്പി ഡ്യൂ ടു ഹൈ ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ. നമ്മൾ പറഞ്ഞു ഹൈ ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവായിരിക്കും. അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സൈസ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി വീണ്ടും ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യാനുള്ള കാരണം അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വാലൻസ് ഷെല്ലിൻ്റെ മുകളിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും. ആ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാകുമ്പോൾ കുറഞ്ഞ എനർജി കൊടുത്താൽ തന്നെ അത് ഇലക്ട്രോണ് റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ അറ്റോമിക് സൈസ്, അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയാനുള്ള കാരണം. ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലി മെറ്റൽ അയോൺസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് അയോണിക് സൈസ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലി മെറ്റൽ അയോൺസ് ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഹൈഡ്രേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും. ലിഥിയം സാൾട്ട്സ് ആർ മോസ്റ്റ്ലി ഹൈഡ്രേറ്റഡ് ബിക്കോസ് ഇറ്റ് ഹാസ് മാക്സിമം ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലിഥിയം സാൾട്ട്സ് ആർ മോസ്റ്റ്ലി ഹൈഡ്രേറ്റഡ്. ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുന്നത് ലിഥിയം സാൾട്ടുകളാണ്. അതിനുള്ള കാരണം ലിഥിയം ഹാസ് മാക്സിമം ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ. ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ ലിഥിയത്തിൻ്റെത് വളരെ കൂടുതലാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹാവ് ലോ ഡെൻസിറ്റി ആൻഡ് ഡെൻസിറ്റി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. പൊതുവെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ ഡെൻസിറ്റി കുറവാണ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം നമുക്കറിയാം മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. അപ്പോൾ മാസ് കൂടുന്നതിനേക്കാളും ആ റേറ്റിനേക്കാളും കൂടുതൽ റേറ്റിൽ അതിൻ്റെ സൈസ് കൂടുന്നത് കൊണ്ടാണ് ഡെൻസിറ്റി ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ കുറയാനുള്ള കാരണം. ദി മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആർ ലോ ഡ്യൂ ടു വീക്ക് മെറ്റാലിക് ബോണ്ടിങ്, ഓൺലി സിംഗിൾ വാലൻസ് ഇലക്ട്രോൺ പ്രസൻറ്റ്. അതായത് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കുറവാണ്. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസും സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസും ഒക്കെ മെറ്റൽസ് ആണ്. മെറ്റൽസിലെ രണ്ട് ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ബോണ്ട് മെറ്റാലിക് ബോണ്ടാണ്.
ഈ മെറ്റാലിക് ബോണ്ടിൻ്റെ സ്ട്രെങ്ത്ത് അത് വാലൻസ് ഷെല്ലിലുള്ള ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുമ്പോൾ മെറ്റാലിക് ബോണ്ടിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. ഇവിടെ ആകെ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. 2s1 3s1 4s1 എന്ന് പറയുമ്പോൾ വാലൻസ് ഷെല്ലിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മെറ്റാലിക് ബോണ്ടിങ് വീക്ക് ആയിരിക്കും. അതുകൊണ്ട് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ലോ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഉണ്ടാവുള്ളൂ. The alkali metals and their salts impart color to an oxidizing flame due to excitation of outermost orbital electron to higher energy levels. അതിപ്പോൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ സാൾട്ട് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ആൽക്കലി മെറ്റൽസിൻ്റെ കാറ്റയോൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഫ്ലെയിം കളർ ടെസ്റ്റ് നമ്മൾ ചെയ്യും. അതായത് നമ്മൾ ഈ ആൽക്കലി മെറ്റൽ സാൾട്ട്സ് ഫ്ലെയിമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ ഇത് കളർ ഇമ്പാർട്ട് ചെയ്യും, കളർ കാണിക്കും. ആ കളർ കാണിക്കാനുള്ള കാരണം അതിൻ്റെ ഇലക്ട്രോൺസ്, വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണ് ലോവർ എനർജിയിൽ നിന്ന് നമ്മൾ ഈ ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ കാണിക്കുന്ന സമയത്ത് എനർജിയിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോകും. ഉടനെ തന്നെ അവിടുന്ന് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരുമ്പോൾ റേഡിയേഷൻ ഒരു പ്രത്യേക ഫ്രീക്വൻസിയുള്ള എത്രയാണ് അബ്സോർബ് ചെയ്ത് അതേ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ പുറത്തേക്ക് വിടും. അപ്പോൾ നമുക്കതിന് കളറ് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യും. ആൽക്കലി മെറ്റൽസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ യൂസിങ് ഫ്ലെയിം ടെസ്റ്റ്. ഫ്ലെയിം ടെസ്റ്റ് ഈ ഒരു കളർ ഗിവിങ് ക്യാരക്ടർ വെച്ചിട്ട് ഫ്ലെയിം ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പിന്നെ ആൽക്കലി മെറ്റൽസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ടെസ്റ്റ് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ സാൾട്ട് അനാലിസിസിൽ മെറ്റൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, മെറ്റൽ അയോൺസിനെ അല്ലെങ്കിൽ കാറ്റയോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഫ്ലെയിം ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. Cesium and potassium are used as electrodes in photoelectric cells because they lose electron when sufficient energy is absorbed from light. നമ്മൾ പറഞ്ഞതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് വെൻ പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, മെറ്റൽസ് ലൈക്ക് പൊട്ടാസ്യം, റുബീഡിയം, സീസിയം പോലെയുള്ള പൊട്ടാസ്യം, സീസിയം, റുബീഡിയം പോലെയുള്ള മെറ്റൽസിൻ്റെ മുകളിൽ ലൈറ്റ്, സൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു. അതിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ മെറ്റൽസിന് അങ്ങനെ ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇത് ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ ഇലക്ട്രോഡുകളായിട്ട് യൂസ് ചെയ്യുന്നു. കെമിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഡിസ്കസ് ചെയ്യുന്നത് 6 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 6 ഹെഡിങ്ങുകളിലായിട്ടാണ്, സബ് ഹെഡിങ്ങുകളായിട്ടാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് റിയാക്ടിവിറ്റി വിത്ത് എയർ. അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് ആൽക്കലി മെറ്റൽസ് എങ്ങനെ റിയാക്ട് ചെയ്യും. റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ. വാട്ടറുമായിട്ട് ആൽക്കലി മെറ്റൽസ് എങ്ങനെ റിയാക്ട് ചെയ്യും. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹലജൻ, അതേപോലെ റെഡ്യൂസിങ് നേച്ചർ, റിയാക്ഷൻസ് വിത്ത് സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ റിയാക്ടിവിറ്റി വിത്ത് എയർ. റിയാക്ട് വിത്ത് മോയ്സ്ചർ ടു ഫോം ഓക്സൈഡ്സ്. ഓക്സൈഡ് എയറിൽ ഓക്സിജൻ ഉണ്ടാവും, അതേപോലെ തന്നെ വാട്ടർ വേപ്പറും ഉണ്ടാവും. അപ്പോൾ മോയ്സ്ചറുമായിട്ട് ആൽക്കലി മെറ്റൽസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓക്സൈഡ്സ് ഫോം ചെയ്യും. ലിഥിയം ഫോംസ് ഓക്സൈഡ്സ്, സോഡിയം ഫോംസ് പെറോക്സൈഡ്, പൊട്ടാസ്യം ആൻഡ് റുബീഡിയം, സീസിയം ഫോംസ് സൂപ്പർ ഓക്സൈഡ്സ്. ലിഥിയം ഓക്സൈഡ് ഉണ്ടാവും എയറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. സോഡിയം എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ സോഡിയം പെറോക്സൈഡ് ഉണ്ടാവും. പൊട്ടാസ്യം, റുബീഡിയം, സീസിയം സൂപ്പർ ഓക്സൈഡ്സ് ആണ് ഉണ്ടാവുന്നത്. നമുക്ക് അതിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് റിയാക്ഷൻസ്. ലിഥിയം ലിഥിയം പ്ലസ് O2 ഗീവ്സ് La2O, ഓക്സൈഡാണ്. രണ്ടാമത്തെ 2Na പ്ലസ് O2 ഗീവ്സ് Na2O2, പെറോക്സൈഡാണ് ഉണ്ടാവുന്നത്. അത് പൊട്ടാസ്യം, റുബീഡിയം, സീസിയം അതാണ് M കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്ലസ് O2 ഗീവ്സ് MO2, സൂപ്പർ ഓക്സൈഡ്. ഓക്സൈഡിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. അത് പെറോക്സൈഡിലേക്ക് ആകുമ്പോൾ -1 ആവും. സൂപ്പർ ഓക്സൈഡിലേക്ക് ആകുമ്പോൾ -½ ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ആൽക്കലി മെറ്റൽസ് നോർമലി കെപ്റ്റ് ഇൻ കെറോസിൻ ഓയിൽ ഡ്യൂ ടു ഹൈ റിയാക്ടിവിറ്റി വിത്ത് എയർ ആൻഡ് വാട്ടർ. നമുക്കറിയാം സോഡിയം ഒക്കെ കെറോസിനിലാണ് സൂക്ഷിക്കുക. അതിനുള്ള കാരണം അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് അത്രയും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പൊട്ടാസ്യം ഇൻ KO2. പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ്സിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. അപ്പോൾ ഓക്സൈഡിൻ്റെ
സൂപ്പർ ഓക്സൈഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -½ ആയിരിക്കും. അല്ലെങ്കിൽ സൂപ്പർ ഓക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -½ ആണ് ഉണ്ടാകുക. റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ. റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡൈഹൈഡ്രജൻ. നമുക്കറിയാം മെറ്റൽസ്, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ റിലീസ് ചെയ്യും, അതേപോലെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. നമുക്കവിടെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ, ആൽക്കലി മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ അയോൺ Na ആണ്, സോഡിയമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ Na+OH- NaOH+H2 റിലീസ് ചെയ്യും. ലിഥിയം റിയാക്ട്സ് വിത്ത് വാട്ടർ ലെസ് വിഗറസ്ലി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലിഥിയം റിയാക്ട്സ് വിത്ത് വാട്ടർ ലെസ് വിഗറസ്ലി ഡ്യൂ ടു ലെസ് നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ബൈ സ്മോളർ സൈസ് ആൻഡ് വെരി ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി. പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ് സോഡിയവും പൊട്ടാസ്യവും. സോഡിയം നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ഓടി നടന്ന് അപ്രത്യക്ഷമാവും. അതേസമയം പൊട്ടാസ്യമാണ് വെള്ളത്തിലുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. എന്നാൽ അതിന് മുകളിൽ കിടക്കുന്ന ലിഥിയം റിയാക്ട് ചെയ്യുന്നത് വളരെ സാവധാനം, ലെസ് വിഗറസ്ലി, വളരെ സാവധാനം ലിഥിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അതിനുള്ള കാരണം ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ലീസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ബൈ സ്മോളർ സൈസ് ആൻഡ് വെരി ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി. കൂടിയ ഹൈഡ്രേഷൻ എൻതാൽപ്പിയും സ്മോളർ സൈസും ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അത് ലെസ് വിഗറസ്ലി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഡൈഹൈഡ്രജൻ. റിയാക്ട് വിത്ത് ഡൈഹൈഡ്രജൻ ടു ഫോം ഹൈഡ്രൈഡ്സ്. മെറ്റൽ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ ഹൈഡ്രൈഡ് ഉണ്ടാവും. 2m + H2 gives 2m + H-. All alkali metal hydrides are ionic solids with high melting point. മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലുള്ള അയോണിക് കോമ്പൗണ്ട്സ് ആണ് എല്ലാ മെറ്റാലിക് ഹൈഡ്രൈഡ്സും. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹലജൻ. റിയാക്ട്സ് വിത്ത് ഹലജൻ ടു ഫോം അയോണിക് ഹാലൈഡ്സ്. സോഡിയം ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ NaCl, സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. ലിഥിയം ഹാലൈഡ് ഈസ് കൊവാലന്റ് ഡ്യൂ ടു ഹൈ പോളറൈസേഷൻ കേപ്പബിലിറ്റി ഓഫ് ലിഥിയം അയോൺ. പൊതുവെ എല്ലാ മെറ്റൽ ഹാലൈഡ്സും അയോണിക് കോമ്പൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ അയോണിക് സോളിഡ്സ് ആണ്. എന്നാൽ ലിഥിയം ക്ലോറൈഡ് കൊവാലന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും all the metal halides, alkali metal halides are ionic in nature, but only lithium chloride is covalent in nature. That is due to the high polarizing capability or high polarizing ability of lithium ion. Lithium ion polarizing ability അല്ലെങ്കിൽ bonded pair of electron attract ചെയ്യാനുള്ള ability വളരെ കൂടുതലായതുകൊണ്ടാണ് ലിഥിയം ഹാലൈഡ് കോവാലന്റ് നേച്ചർ കാണിക്കാനുള്ള കാരണം. അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടിയാണ് റെഡ്യൂസിങ് നേച്ചർ. ആൽക്കലി മെറ്റൽസ് ആർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്സ്. എല്ലാ ആൽക്കലി മെറ്റൽസും സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റാണ്. ലിഥിയം ഈസ് മോസ്റ്റ് പവർഫുൾ ആൻഡ് സോഡിയം ഈസ് ലീസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ലിഥിയം ഈസ് മോസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ് ആൻഡ് ദ നെക്സ്റ്റ് മെമ്പർ സോഡിയം ഈസ് ദി ലീസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ്. Lithium is most powerful reducing agent, that is due to the high negative electrode potential. രണ്ടാമത്തെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് വാട്ടറുമായിട്ടുള്ള ലെസ് വിഗറസ്ലി റിയാക്ഷൻ ഉള്ള കാരണം ഹൈ നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. അതേപോലെ തന്നെ ലിഥിയം മോസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആവാനുള്ള കാരണം എന്താണ്? ലീസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ് റിയാക്ഷൻ വിത്ത് സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയ സൊല്യൂഷനിലുമായിട്ടുള്ള റിയാക്ഷൻ. ആൽക്കലി മെറ്റൽ ഡിസോൾവ് ഇൻ ലിക്വിഡ് അമോണിയ ആൻഡ് ഗീവ് ഡീപ് ബ്ലൂ സൊല്യൂഷൻ വിത്ത് കണ്ടക്റ്റിംഗ് എബിലിറ്റി. ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീപ് ബ്ലൂ കളർ സൊല്യൂഷൻ കിട്ടും. ബ്ലൂ കളർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ഡ്യൂ ടു ദി അമോണിയേറ്റഡ് ഇലക്ട്രോൺ വിച്ച് അബ്സോർബ് എനർജി ഇൻ ദി വിസിബിൾ റീജിയൺ ഓഫ് ലൈറ്റ്. അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് വൈ ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ഗീവ്സ് ഡീപ് ബ്ലൂ കളർ? എന്തുകൊണ്ടാണ് ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയ സൊല്യൂഷനിൽ ഡീപ് ബ്ലൂ കളർ കാണിക്കാനുള്ള കാരണം? അതിനുള്ള കാരണം that is due to the presence of ammoniated electrons. The blue color of the solution is due to the presence of ammoniated electrons which absorbs energy in the visible region of light. ലൈറ്റിൻ്റെ വിസിബിൾ റീജിയണിലുള്ള ലൈറ്റ് ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഹയർ സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യും.
ജമ്പ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ പുറത്തു വിടുന്നതുകൊണ്ടാണ് ആൽക്കലി മെറ്റൽസ് അമോണിയേറ്റഡ് സൊല്യൂഷനിൽ ഡീപ്പ് ബ്ലൂ കളറ് കിട്ടാനുള്ള കാരണം. നമുക്ക് സൊല്യൂഷൻ വിൽ ബി പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ആ സൊല്യൂഷൻ അതേപോലെ പാരാമാഗ്നറ്റിക് നേച്ചർ ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എം പ്ലസ് ആൽക്കലി മെറ്റൽസ് പ്ലസ് എക്സ് പ്ലസ് വൈ NH3 gives MnH3 x times positive plus EnH3y മൈനസ്. ആ EnH3y മൈനസ് ആണ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ് വിസിബിൾ റീജിയണിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നതും എക്സൈറ്റ് ചെയ്യുന്നതും ഡീപ്പ് ബ്ലൂ കളറിന് കാരണമായിട്ടുള്ളതും. നമുക്ക് ഈ എം അമോണിയേറ്റഡ് പോസിറ്റീവ് അയോൺ എം പ്ലസ് അമോണിയേറ്റഡ് പ്ലസ് ഇ മൈനസ് ഇലക്ട്രോൺ പ്ലസ് NH3 gives MnH2 മെറ്റൽ അമൈഡ് പ്ലസ് ഹാഫ് H2 ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഇൻ കോൺസെൻട്രേറ്റഡ് NH3 സൊല്യൂഷൻ ബ്ലൂ കളർ ചേഞ്ചസ് ഇൻ ടു ബ്രൗൺസ് കളർ ആൻഡ് സൊല്യൂഷൻ ബിക്കം ഡയാമാഗ്നറ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞ ലിക്വിഡ് അമോണിയ സൊല്യൂഷനിൽ അത് ഡീപ്പ് ബ്ലൂ കളറാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് അമോണിയ സൊല്യൂഷനിൽ ഡീപ്പ് ബ്ലൂ കളറിൽ നിന്നത് ബ്രൗൺസ് കളറിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അതേപോലെ പാരാമാഗ്നറ്റിക് നേച്ചർ ഉണ്ടായിരുന്ന സൊല്യൂഷൻ ഡയാമാഗ്നറ്റിക് നേച്ചറിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഡീപ്പ് ബ്ലൂ കളറും അതേപോലെ കോൺസെൻട്രേറ്റഡ് അമോണിയേറ്റഡ് സൊല്യൂഷനിലുള്ള ഈ ബ്രൗൺസ് കളറും അതിൻ്റെ റീസണും അതേപോലെ അതിൻ്റെ മാഗ്നറ്റിക് നേച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. യൂസസ് ആൽക്കലി മെറ്റൽസിൻ്റെ യൂസസ് ആണ് മേക്കിംഗ് അലോയ്സ് വൈറ്റ് മെറ്റൽ. അലോയ്സ് ലോഹസങ്കരങ്ങൾ അലോയ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് അലൂമിനിയം ടു മേക്ക് എയർക്രാഫ്റ്റ് പാർട്സ്. അലൂമിനിയത്തിൻ്റെ ഒരു പ്രത്യേകത അത് വെയ്റ്റ്ലെസ് ആണ്. അതുകൊണ്ട് എയർക്രാഫ്റ്റ് പാർട്സുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. വിത്ത് മഗ്നീഷ്യം ടു മേക്ക് ആമർ പ്ലേറ്റ്സ്. മഗ്നീഷ്യവുമായി മിക്സ് ചെയ്ത് ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആമർ പ്ലേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻ തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻസ് റിയാക്ഷനിൽ ഉപയോഗിക്കുന്നു. അതേപോലെ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ ഉപയോഗിക്കുന്നു. അതേപോലെ ടെൽ ടു മേക്ക് ടെൽ എന്ന് പറഞ്ഞാൽ ടെട്രാ ഈഥൈൽ ലെഡ് എന്നാണ്. ആൻറ്റി നോക്കിംഗ് അഡിറ്റീവ്സ് ആണ്. അതായത് 2 സ്ട്രോക്ക് എഞ്ചിനുകളിൽ വാഹനങ്ങളിലെ 2 സ്ട്രോക്ക് എഞ്ചിനുള്ള വാഹനങ്ങളിലൊക്കെ പെട്രോളിൻ്റെ കൂടെ ചേർക്കുന്ന ഓയിൽ എന്ന് നമ്മൾ പറയുന്ന അതാണ് ആൻറ്റി നോക്കിംഗ് ഏജൻറ്റ്സ്. എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. പൊട്ടാസ്യം ഇൻ ഫെർട്ടിലൈസേഴ്സ്, പൊട്ടാസ്യം നൈട്രേറ്റ് പോലെയുള്ള നൈട്രേറ്റ് വളങ്ങളിൽ ഫെർട്ടിലൈസറായിട്ട് പിന്നെ പൊട്ടാസ്യം ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. CCM ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ യൂസ് ചെയ്യുന്നു. ഇത്രയാണ് യൂസസ്. ഏതെങ്കിലും 2 യൂസസ് എങ്കിലും നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കുക. കോമ്പൗണ്ട്സ് ഓഫ് ആൽക്കലി മെറ്റൽസ്. ഈ ആൽക്കലി മെറ്റൽസിൻ്റെ ചില കോമ്പൗണ്ട്സിനെ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് കോമ്പൗണ്ടുകളുടെ കൂട്ടത്തിൽ വരുന്ന അതാണ് ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും. ഓക്സൈഡ്സ് ഫോംഡ് ബൈ കമ്പസ്റ്റൻ. The increasing stability of peroxides or superoxides when increasing size of metal ion is due to the stabilization of larger anion by larger cation through lattice energy effect. ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത് കമ്പസ്റ്റനിലൂടെയാണ്. ആൽക്കലി മെറ്റൽസിൻ്റെ സ്റ്റെബിലിറ്റി ഓഫ് പെറോക്സൈഡ്സ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്സ് ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെ? വെൻ ഇൻക്രീസിങ് ദി സൈസ് ഓഫ് മെറ്റൽ അയോൺ. മെറ്റൽ അയോണിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പെറോക്സൈഡ്സിൻ്റെയും സൂപ്പർ ഓക്സൈഡ്സിൻ്റെയും സൈസ് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതിനുള്ള കാരണം സ്റ്റെബിലൈസേഷൻ ഓഫ് ലാർജർ ആനയോൺ ബൈ ലാർജർ കാറ്റയോൺ ത്രൂ ലാറ്റിസ് എനർജി എഫക്റ്റ്. ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്ന് പറഞ്ഞത് അതാണ് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ലാറ്റിസ് എൻതാൽപ്പി നമ്മൾ പരിചയപ്പെട്ടു. ആ ലാറ്റിസ് എൻതാൽപ്പി എഫക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ലാറ്റിസ് എനർജി എഫക്റ്റ് കൊണ്ടാണ് വലിയ ആനയോണും വലിയ കാറ്റയോൺസിൻ്റെയും എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി സൂപ്പർ ഓക്സൈഡ്സിൻ്റെയും പെറോക്സൈഡ്സിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റി അറ്റോമിക് സൈസ് അല്ലെങ്കിൽ മെറ്റൽ അയോണിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടാനുള്ള കാരണം. ഓക്സൈഡ്സ് ആർ ഈസിലി ഹൈഡ്രലൈസ്ഡ് ബൈ വാട്ടർ ടു ഫോം ഹൈഡ്രോക്സൈഡ്. ഓക്സൈഡ്സ് വാട്ടറുമായിട്ട് കൂടിച്ചേർന്ന് ഹൈഡ്രോക്സൈഡ്സ് ഫോം ചെയ്യും. ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ M2 + H2O gives M + OH -. മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അതേപോലെ പെറോക്സൈഡ്സ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ M2O2 + 2H2O. പെറോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവും.
ഇനി സൂപ്പർ ഓക്സൈഡ് ആണ് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2MO2 സൂപ്പർ ഓക്സൈഡ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 2H2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവും, പ്ലസ് ഓക്സിജൻ ഗ്യാസും റിലീസ് ചെയ്യും. സൂപ്പർ ഓക്സൈഡ്സ് ആർ പാരാമാഗ്നറ്റിക് ആൻഡ് കളേർഡ്. സൂപ്പർ ഓക്സൈഡ്സ് പാരാമാഗ്നറ്റിക് നേച്ചറിലായിരിക്കും, അതേപോലെ കളേർഡും ആയിരിക്കും. ഓക്സൈഡ്സ് ആൻഡ് പെറോക്സൈഡ്സ് ആർ കളർലെസ്. ഓക്സൈഡ്സും പെറോക്സൈഡ്സും കളർലെസ് ആണ്. KO2 is paramagnetic due to unpaired electrons in pi star 2p molecular orbital of O2 minus. ഇത് നമ്മൾ പഠിച്ചതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പറഞ്ഞ സമയത്ത്. ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം പറഞ്ഞ സമയത്ത് അവിടെ പൈ സ്റ്റാർ 2px1 ഈസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2p1 എന്നുള്ളതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അതിൽ ഈ KO2 പാരാമാഗ്നറ്റിക് ആവാനുള്ള കാരണം O2 മൈനസിൽ പൈ സ്റ്റാർ 2pയിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോണ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് വൈ KO2 ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. KO2 ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ, that is due to the unpaired electron present in the pi star 2p orbital of O2 minus, molecular orbital of O2 minus.